നമസ്കാരം. ക്രേസി വിഗോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഫോസ്റ്റർ പാരൻസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഫോസ്റ്റർ പാരൻറ്? നമുക്കറിയാം, നമ്മളൊരു പ്രാവ് വളർത്തുന്ന ഒരാളാണ്. നമ്മുടെ കയ്യിൽ ഒരു 2-3 മെയിൻ ബ്രീഡുണ്ട്. അതിൻ്റെ മുട്ടകൾ മാറ്റി വെച്ച് വിരിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന പേരൻസിനെയാണ്, അല്ലെങ്കിൽ വളർത്ത് അച്ഛൻ വളർത്തമ്മ എന്നൊക്കെ പറയാം, അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേഡ്സിനെയാണ് ഫോസ്റ്റർ പാരൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് എന്തിനാണ് ഫോസ്റ്റർ പാരൻസ്, എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ഇനി എന്തിനാണ് ഫോസ്റ്റർ പാരൻസ്? 2 രീതിയിൽ പറയാം. ഒന്ന്, നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ എന്ന് പറയാം. മറ്റൊന്ന്, നമുക്ക് നല്ല ഹെൽത്തുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ എന്ന് പറയാം. അപ്പോൾ വരുമാനം ഉണ്ടാക്കുന്ന കാര്യം ആദ്യം പറയാം. നമുക്കൊരു മെയിൻ ബ്രീഡുണ്ട്. നോർമലി നമുക്കറിയാം, ഒരു പ്രാവ് മേറ്റ് ചെയ്യുന്ന മുട്ടയിടുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ്. അതിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നില്ല ആ ഒരു പ്രക്രിയ. നേരെ മറിച്ച് അടയിരുന്ന് പാലൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നല്ല ക്ഷീണം ബേഡ്സിനുണ്ടാകും. അതിൻ്റെ പിന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അത് ചെറിയ തോതിൽ ബാധിക്കും. നല്ല പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുട്ടകൾ ഒരു ഫോസ്റ്റർ പാരൻസിൽ മാറ്റും. അപ്പോൾ ഇത് എന്താണ് വരുമാനം എന്ന് നോക്കാം. വരുമാനം എന്ന് പറയുമ്പോൾ നമുക്കൊരു മെയിൻ ബ്രീഡുണ്ട്. ആ ബ്രീഡ് നല്ല ഹെൽത്തുള്ള ബ്രീഡുകളാണെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ ബ്രീഡ് മുട്ടയിടും. അപ്പം നമ്മൾ അതിനെ തന്നെ അടവയ്ക്കുകയാണ്. അത് വിട്ട മുട്ട അന്ന് തന്നെ അടവയ്ക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ആ ഒരു മുട്ട വിരിയാൻ ഒരു 18 ദിവസവും പിന്നെ അത് വളർന്നു വരാൻ 30 ദിവസവും. അപ്പോൾ ഒരു 50 ദിവസം നമുക്ക് പോകും. ഇതിനിടയിൽ ഒരു 30 ദിവസം കഴിയുമ്പോൾ ബ്രീഡ് ഈ മെയിൻ ബ്രീഡ് ഒരു ദിവസം മുട്ടയിടും, അടയിരിക്കുന്ന ബ്രീഡ്. അപ്പോൾ അങ്ങനെ മുട്ടയിട്ടാൽ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞുങ്ങളെ നോക്കണം, ആ മുട്ടയ്ക്ക് അടയിരിക്കണം, വീണ്ടും ബേഡിന് സ്ട്രെയിൻ ഉണ്ടാകും. അപ്പോൾ അത്തരം ആ ഒരു സ്ട്രെയിൻ നമുക്ക് ഒഴിവാക്കാം ഫോസ്റ്റർ പാരൻസ് മാറ്റി വെച്ചാൽ. അപ്പം ഈ 50 ദിവസത്തിന് കാലയളവ് വേണ്ടി നമുക്കൊരു 3 സെറ്റ് മുട്ട കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ മുട്ട മാറ്റി വെച്ച് ഫോസ്റ്റർ പാരൻസ് വെച്ച് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു 2-3 കുട്ടികളെ കിട്ടും. അതൊരു വരുമാനം എന്ന് പറയാം. പിന്നെ എന്താണ് രണ്ടാമത് പറഞ്ഞതാണ് നല്ല ഹെൽത്തുള്ള കുട്ടികളെ വിരിച്ചെടുക്കാവുന്നത്. അതിന് നമുക്ക് ഫോസ്റ്റർ പാരൻസിൽ തന്നെയാണ് പറയാൻ പറ്റുന്നത്, ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളെ മെയിൻ ബ്രീഡ് മുട്ട ഇട്ടു. ആ മുട്ട നമ്മൾ എടുത്ത് മാറ്റി അതിന് വെച്ചു, ഫോസ്റ്റർ പാരൻസ് വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു മുട്ട വെച്ച് നമുക്ക് വയ്ക്കാം. 2 മുട്ട വേണ്ട, നമുക്ക് അങ്ങനെ ഒരു ഭാവം എടുത്താൽ ഒരു മുട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മുട്ട ആ ഫോസ്റ്റർ പാരൻസ് നല്ല ഹെൽത്തോടു കൂടിയും ഒപ്പം നല്ല മാക്സിമം ക്വാളിറ്റിയിൽ നമുക്ക് വിരിച്ചു തരും. അപ്പോൾ രണ്ടാമത് പറഞ്ഞതാണ്, നല്ല ആരോഗ്യത്തോടെയും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വിരിക്കാൻ നമുക്ക് ഈ ഫോസ്റ്റർ പാരൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഈ ഒരു ഫോസ്റ്റർ പേരൻസിന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് അവർക്ക് എന്തൊക്കെ ഗുണഗണങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നോക്കുമ്പോൾ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് നല്ല സ്വഭാവ ഗുണമുള്ള പേരൻസിനെ തിരഞ്ഞെടുക്കുകയാണ്. എന്താണ് അവരുടെ സ്വഭാവ ഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, കൃത്യമായി കുട്ടികളെ വളർത്തിത്തരിക, അതാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള നല്ല കൃത്യമായ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ള ഫോസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുക, അത്രയും ഫോസ്റ്റർ പേരൻസിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, നമുക്ക് ഒരു മുട്ട നമ്മൾ അവിടെ വെച്ചു, അതിന് കുഞ്ഞു വിരിഞ്ഞു. അപ്പം ആ ഒരു ഫീമെയിൽ അടയിരിക്കുന്നു, മെയിൽ ബേഡിന് എന്തെങ്കിലും പറ്റി. അപ്പോൾ അങ്ങനെ മെയിൽ ബേഡിന് എന്തെങ്കിലും പറ്റിയാലും കുട്ടികളെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തി തരാൻ കഴിവുള്ള ഫീമെയിൽ ബേഡുകളെ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെയാണ് ഫീമെയിൽ എന്തെങ്കിലും പറ്റിയാലും കൃത്യമായും ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന മെയിൽ ബേഡുകളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ, മെയിലിന് എന്തെങ്കിലും പറ്റിയാൽ ഒരു 60% ഫീമെയിൽസും കുട്ടികളെ നോക്കും, ബാക്കി 40% കളഞ്ഞിട്ട് കൊടുക്കും. നേരെ മറിച്ച് ഒരു ഫീമെയിലിനാണ് എന്തെങ്കിലും പറ്റുന്നതെങ്കിൽ ഒരു 30% മെയിലുകൾ മാത്രമേ കുട്ടികളെ കൃത്യമായി നോക്കാനുള്ള 30-ന് താഴെ ആയിരിക്കും. അപ്പോൾ കൃത്യം ആ ഒരു സ്വഭാവ ഗുണം കാണിക്കുന്നു. അപ്പോൾ അത്തരം ഫോസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കാൻ നമ്മൾ കൃത്യമായി ശ്രമിക്കണം. അടുത്തതായി ഫോസ്റ്റർ പാരൻസിൻ്റെ സൈസാണ്. അപ്പോൾ എന്താണ് സൈസ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു മെയിൻ ബ്രീഡുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു മെയിൻ ബ്രീഡുണ്ട്, കിങ് ആണെന്ന് വയ്ക്കുക. അപ്പം ആ കിങ് അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് കൊണ്ടേനോ അതുപോലെ സൈസ് കൂടി പേടാന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കുട്ടികളെ വളർത്താൻ പറ്റുന്ന സൈസുള്ള ഫോസ്റ്റർ പാരൻസ് നമ്മൾ തിരഞ്ഞെടുക്കണം. അതല്ലാതെ അതിൻ്റെ മുട്ടയെടുത്ത് നമ്മൾ മുറിയുടെ പേടിന് വെച്ചുകൊണ്ട് സംഭവിക്കുന്ന മുട്ട വിരിഞ്ഞു വരും, പക്ഷേ അവിടെ ആ യഥാർത്ഥ കിങ് ആ സൈസ് കൂടിയ ബേഡിൻ്റെ പ്രോപ്പർ ക്വാളിറ്റിയിലും സൈസിലും ഈ മുഖിക്ക് ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റില്ല. പക്ഷെ മറ്റൊരു അഡ്വാൻറ്റേജ്, ആ മുട്ട നമുക്ക് കൃത്യമായ ആ ബേഡ് വിരിച്ച് തരും. പക്ഷേ നമ്മൾ ചെറിയ ബേഡുകളുടെ മുട്ട എടുത്ത് ഒരു വലിയ ഫോസ്റ്റർ പാരൻസിന് വെച്ച് കൊടുത്താൽ, സൈസ് കൂടിയ ഫോസ്റ്റർ പാരൻസിന് വെച്ച് കൊടുത്താൽ അവിടെ ചിലപ്പോൾ ആ മുട്ട ഡാമേജ് ആയി പോകാൻ, നല്ല കുഞ്ഞു വിരിഞ്ഞാൽ നമ്മൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ വലിയ ബേഡുകളുടെ മുട്ട ചെറിയ ബേഡുകൾക്ക് വെച്ച് കൊടുത്താൽ അവർ വിരിച്ചു തരുമെന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ വളർത്തുമ്പോൾ അവർക്ക് പ്രോപ്പർ ഗ്രോത്തിനും ക്വാളിറ്റിയിലും വളർത്താൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. സൈസ് എപ്പോഴും ആ നമ്മുടെ കയ്യിലുള്ള ബ്രീഡ് ഏതാണോ അതിന് പറ്റുന്ന പ്രോപ്പർ സൈസ് ഉള്ള ഫോസ്റ്റർ പാരൻസിനെ തന്നെ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കണം. ചെറിയ ബ്രീഡുകൾക്ക് ചെറുതും വലിയ ബ്രീഡുകൾക്ക് വലുതെന്ന് തിരഞ്ഞെടുക്കാം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ബീക്കാണ്. നമ്മളതിൻ്റെ ചുണ്ടുകളെ പറ്റിയിട്ട് ഒരു കൃത്യമായ ശ്രദ്ധ നമുക്കുണ്ടാണ്. കാരണം പല തരത്തിലുള്ള ചുണ്ടുകളുടെ വലിപ്പം, നീളം കൂടിയ ചുണ്ടുകളുടെ ഷോർട്ട് ബീക്കുള്ള ബേഡ്സ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം.
അത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാര്യം നമുക്ക് എപ്പോഴും ലോങ് ബീക്കുള്ള ബേഡ്സിന് ഷോർട്ട് ബീക്കുള്ള കുട്ടികളെ വളർത്താൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഷോർട്ട് ബീക്കുള്ള ഫോസ്റ്റർ പേരൻസ് ആണെങ്കിൽ അവർക്ക് ലോങ് ബീക്കുള്ള ബേഡ്സിനെ വളർത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ചൈനീസ് ഓണിൻ്റെ ചുണ്ട്, ഫ്ലാറ്റിൻ്റെ ചുണ്ട്, അതുപോലെ ഷോർട്ട് ബേഡുകൾ, ഓറിയൻ്റൽ ചുണ്ടുകൾ, ഇതൊക്കെ ചെറിയ ചുണ്ടുകളാണ്. അപ്പം വളരെ ചെറിയ ചുണ്ടുകൾ. അപ്പം അത്രയും ചുണ്ടുകളുള്ള ബേഡുകൾ അതേപോലെ ചെറിയ ചുണ്ടുള്ള ഫോസ്റ്റർ പാരൻസിന് തന്നെ തിരഞ്ഞെടുക്കണം. നമുക്കൊരു ഹോമർ കാറ്റഗറിയിലുള്ള ബേഡുകളാണ് പൊതുവേ നമുക്ക് ഫോസ്റ്റർ പാരൻസിനായിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതേപോലെ ക്രോസ് ബേഡുകൾ ചെയ്യാം. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ഏറ്റവും നല്ലൊരു ഫോസ്റ്റർ പാരൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരിയറിൻ്റെയും പടാങ്ങിൻ്റെയൊക്കെ ക്രോസ് അല്ലെങ്കിൽ പൗഡറിൻ്റെയൊക്കെ ക്രോസ് ബേഡുകൾ, പൗഡറിൻ്റെയും ക്രോസ് ബേഡുകൾ നല്ലൊരു ഫോസ്റ്റർ പാരൻ്റായിട്ട് വരുന്നത്. അപ്പം ഈ ചുണ്ടുകൾ പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ ബ്യൂട്ടി ഹോമറിൻ്റെ ചുണ്ട് വലുതാണ്. അപ്പോൾ അത്രയും വലിയ ചുണ്ടുള്ള ബേഡുകൾ എപ്പോഴും ഈ പടാങ് മിക്സ് ബേഡുകൾ, പടാങ് ഹോമർ മിക്സ് ബേഡുകൾക്കൊക്കെ തന്നെ വെച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നമുക്ക് വളർത്താൻ പറ്റും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കൃത്യമായി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പം കുട്ടികളെ തുടക്കത്തിൽ അവർ വളർത്തുമെങ്കിലും ചുണ്ടിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ഫോസ്റ്റർ പാരൻസ് ആ കുട്ടികളെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മളിപ്പം ഫോസ്റ്റർ പാരൻസ് സെലക്ട് ചെയ്തു, ചില വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്ന ബേഡ്സ് ഉണ്ടാവും. ഈ ഹോമർ കാറ്റഗറിയിലുള്ള ബേഡ്, അതായത് പടാൻ മിക്സ് ബേഡുകളൊക്കെ അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നതാണ്, ആക്രമണ സ്വഭാവം കാണിക്കുന്ന ബേഡ്സാണ്. അപ്പം ഇത്തരം ബേഡുകളെ നമ്മൾ കേജ് ബേഡ് സിസ്റ്റത്തിലാണെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് കോളനിയിലാണെങ്കിൽ അവർ മറ്റുള്ള കൂടുതൽ പേടി ഉണ്ടാക്കാൻ, ആ കുട്ടികളെ കുത്തി പരിക്കേൽപ്പിക്കാനൊക്കെ സാധ്യതയാണ്. അപ്പം അത്തരം ബേഡുകളെ സെലക്ട് ചെയ്യുമ്പോൾ കോളനി സിസ്റ്റത്തിലാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അതേപോലെ അത്തരം കോളനി സിസ്റ്റത്തിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ആ ബേഡ് പുറത്തേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് ചാടി പോകാൻ പറ്റാത്ത രീതിയിൽ ആ എൻട്രൻസിൻ്റെ ഭാഗത്ത് കുറച്ച് പൊക്കി വെച്ച് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അറിയാം, പ്രാവുകൾക്ക് കളർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം ചില ബേഡുകൾ, ചില ഫോസ്റ്റർ പാരൻസുകൾ ഈ ഹോമർ കാറ്റഗറിയിലുള്ള ബേഡുകളാണ് അത് കൂടുതലും കാണിക്കുന്നത്. അവരുടേതല്ല. അപ്പോൾ അവർക്ക് ഒരു രണ്ട് ബ്ലാക്ക് കളറുള്ള ഫോസ്റ്റർ പാരൻസാണ് നമ്മളുള്ളത് വെച്ചാൽ, അപ്പോൾ ആ കളർ അല്ലാതെ ഒരു കുട്ടി വിരിഞ്ഞു വന്നാൽ അവരെ കളർ ഐഡൻറ്റിഫൈ ചെയ്യും, കുട്ടികളെ കുത്തി പരിക്കേൽപ്പിക്കുകയും കുന്നുകളൊക്കെ ചെയ്യുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബേഡുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയെടുക്കാൻ 1-2 ഉപാധികൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, നമുക്കിപ്പം 2 ബ്ലാക്ക് ബേഡുകളാണെന്ന് വയ്ക്കുക, അതിൻ്റെ ഒരു ബേഡിനെ അങ്ങ് മാറ്റിയിട്ട് അത് ബ്ലാക്കും വൈറ്റുമായിട്ട് മിക്സ് കളറുകൾ സെറ്റ് ചെയ്താൽ അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സ്വഭാവം മാറി കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ തുടക്കത്തിൽ തന്നെ 2 കുഞ്ഞിലെ ആണ് അതിനെ സെറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മുട്ടകൾ മാറ്റി കൊടുത്താൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുമ്പോൾ മറ്റുള്ള കളറുകളാണെങ്കിൽ അത് കൃത്യമായി അങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് പോകത്തില്ല. അതല്ല എന്നുണ്ടെങ്കിലാണ് അങ്ങനെ നമ്മൾ പഴക്കം ചെന്ന പ്രാവുകൾക്കാണ് ഈ സ്വഭാവ ദൂഷ്യം കാണിക്കുന്നത്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഫോസ്റ്റർ പാരൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ കയ്യിൽ പലപ്പോഴും വന്നുവിടാറുള്ള ബേഡുകളുണ്ട്. മുട്ടയിടാതെ അടയിരിക്കുന്ന ചില ബേഡുകൾ നമ്മുടെ കയ്യിൽ കിട്ടും, നമ്മളത് ഉപേക്ഷിക്കും. പക്ഷേ ഒരു ഫോസ്റ്റർ പാരന്റ് എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഭയങ്കര ഗുണങ്ങളാണ്. അപ്പോൾ അത്തരം ബേഡുകളുണ്ടെങ്കിൽ മുട്ടയിടുന്നില്ല, പക്ഷേ അവർ അടയിരിക്കും. അത്തരം ബേഡുകളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ കളക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളെ ഒരു മെയിൻ ബീഡുണ്ട്, അത് ഏകദേശം മുട്ടയിടാറായി നമുക്കൊരു ഡെമ്മി മുട്ട വെച്ച് കൊടുക്കാം. അതിടുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ അത്തരത്തിൽ മുട്ടയിടാതെ അടയിരിക്കുന്ന ബേഡുകളെ കളക്ട് ചെയ്യാം. അതേപോലെ മറ്റൊരു കണ്ടീഷൻ, ചില ബേഡുകൾ നമ്മൾ വളരെ റയർ കണ്ടീഷനാണ്, മുട്ടയിടാതെ അടയിരിക്കാതെ തന്നെ പാൽ വരുന്ന ബേഡുകളുണ്ട്. അപ്പോൾ അത്തരം ബേഡുകൾ കാണുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ കളക്ട് ചെയ്യണം. കാരണം അതൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു വിരിഞ്ഞ് എന്തെങ്കിലും പറ്റി നമുക്ക് എപ്പോഴും ആ ബേഡിലേക്ക് ആ കുട്ടി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ അത്തരം ബേഡ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കളക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പറഞ്ഞ ബേഡ്സിനെയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സൈസും അതിൻ്റെ ബീക്കും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ആണ് നമ്മളൊരു ഫോസ്റ്റർ പാരൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കുക. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും വീഡിയോകൾ ചെയ്യാനുണ്ടെങ്കിൽ അത് നിർദ്ദേശങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ബൈ.